ആദിവാസികളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴേ മനസ്സിലായൊരു കാര്യം, ഒരു കോടാനുകോടി രൂപ ഇവർക്കൊണ്ട് മുടക്കുന്നുണ്ട്, എത്തുന്നില്ലല്ലോ. അതൊന്നും ഈ ഫണ്ട് പോകുന്നത് ഇന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ആദിവാസി ജീവിതാവസ്ഥ തിരിച്ചറിയാൻ പറ്റുമോ? അയ്യോ, അത് പറയാതിരിക്കാനല്ലോ. 5 ലക്ഷം പേരേ ഉള്ളൂ ഇവിടെ, അവിടെ നിന്നല്ല മൊത്തം കേരളത്തിൽ 5 ലക്ഷം ഉള്ളൂ. നമ്മൾ എത്ര കോടിയാണ് ഈ ചിലവാക്കുന്നത്? എത്ര വർഷമായിട്ടാണ് ഇത്? ഏതൊക്കെ രീതിയിലാണ് പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതെന്ന് കണ്ടാൽ നമുക്ക് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഏകദേശം എത്ര ചിലവ് ബജറ്റ് ഉണ്ടാവും ഒരു വർഷം? ഏറ്റവും കൂടുതൽ SC ST OBC ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. എല്ലാം കൂടെ ഒരു 4000 കോടിയൊക്കെയാണ് വരുന്നത്. അതായത് പലരും മനസ്സിലാക്കാത്ത ഏറ്റവും കൂടുതൽ പ്ലാൻ ഫണ്ട് ഉള്ളത് ഇവിടെയാണ്. അല്ലാതെ പിന്നെ നമുക്ക് ഈ ഇറിഗേഷനൊക്കെ ആണെങ്കിൽ പറയാം. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രോജക്ട്സ് ആണ്, ടൈഡാണ്, ഫിക്സ്ഡ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ ഫണ്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇത് അൺടൈഡ്. നമുക്ക് ഏത് നല്ല രസമുള്ള എന്ത് പ്രോജക്റ്റും സൃഷ്ടിക്കാം ഇതിന്ന്. പക്ഷെ അത് ചെയ്യില്ല. ഇത് വെച്ചിട്ട് സ്ഥിരം കുറ്റി കുറേ ഐറ്റംസ് ഇങ്ങനെ ഒരേ അച്ചിലിട്ട് വാർത്ത് കുറേ ട്രെയിനിങ് അങ്ങനെ ഇങ്ങനെ ഉടായ്പാണ്. മിക്ക ട്രെയിനിങ്ങും ഉടായ്പാണ്. ഓഡിറ്റിൽ എത്രയോ കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ടതിൻ്റെ പുറത്ത് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആർളം ഫാമിൻ്റെ എത്രയോ ഫയലുകളിൽ നടപടി എടുക്കാനുള്ളത് ഞാൻ റെക്കോർഡാക്കിയിട്ടുള്ളതാണ്. ഞാൻ നേരിട്ട് ബോധ്യമുള്ള ഫയലുകളുണ്ട്. ചിലതിലൊക്കെ നടപടിയിലൊക്കെ ചെന്നിട്ടുണ്ട്. അത് ചിലത് ബുദ്ധിമുട്ടായിട്ടുമുണ്ട് പലർക്കും. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് പ്രശ്നം. നമ്മൾ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ ജോലി അതല്ലേ, ഞാൻ അത് എഴുതാതിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റബിൾ അല്ല. അതിപ്പോൾ ഒരു ഇല്ലാത്ത ബസ് സ്റ്റാൻഡ് ഫയലിൽ സൃഷ്ടിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ കൺമുന്നിൽ നമ്മൾ കണ്ട അഴിമതി എഴുതാതിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടാണെങ്കിലും ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഈ ചോർച്ച എങ്ങനെയാണ് സംഭവിക്കുന്നത് പറയാമോ? സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സമയത്തെ വകുപ്പ് സെക്രട്ടറി, വകുപ്പ് ഡയറക്ടർ, പിന്നെ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഓഫീസർമാർ, ഇവർ വിചാരിക്കാതെ ഇതൊന്നും നടക്കില്ല. ഇത് വർഷങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. അതാത് കാലഘട്ടത്തിലുള്ളവർ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി എന്നുള്ളത് ഈ സെക്ടറിലുള്ള എല്ലാവർക്കും പാട്ടാണ്. രാഷ്ട്രീയ അഴിമതിയേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥ അഴിമതിയാണോ? വീതം വെപ്പുണ്ട് ഇതിനകത്ത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ വളരെ മാന്യമായിട്ട് വളരെ ബഹുമാനത്തോടൊക്കെ കാണുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് വരെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്.